ഹായ്, ഞാനിന്നെത്തിയിരിക്കുന്നത് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബാഹുബലി ദ കൺക്ലൂഷൻ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ്. ഇപ്പോൾ ഒരു ചിത്രത്തിൻ്റെ വിജയിച്ച ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരിക എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വെല്ലുവിളി ഉണ്ടാവുമെന്ന് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ആ വെല്ലുവിളി രണ്ട് തരത്തിലാണ്. ഒന്ന്, ആ ചിത്രം ആദ്യ ഭാഗത്തിൻ്റെ അതേ പെർഫെക്ഷനിൽ എങ്ങനെ എടുക്കാം എന്നുള്ള സംവിധായകൻ്റെയും അണിയറ പ്രവർത്തകരുടെയും അഭിനേതാക്കളുടെയും ചിന്ത. മറ്റൊന്ന്, ആ ചിത്രം പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ചിന്ത. എന്നാൽ ഈ രണ്ട് ആശങ്കകളെയും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ബാഹുബലി 2 പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ബാഹുബലി 2 അതുപോലെ തന്നെയാണ് പ്രേക്ഷകർക്ക് അവരുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു കാഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ബാഹുബലി ദ കൺക്ലൂഷൻ സമ്മാനിക്കുന്നത്. അമരേന്ദ്ര ബാഹുബലിയും ബൽവാലദേവനും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ കഥയാണ് ബാഹുബലി ദ കൺക്ലൂഷൻ. മാഹിഷ്മതിയുടെ സൗന്ദര്യവും വന്യതയും ഒരുപോലെ പകർത്തുന്നുണ്ട് സംവിധായകൻ SS രാജമൗലി. വന്യത നിറഞ്ഞ മാഹിഷ്മതിയുടെ സൗന്ദര്യം, അതുപോലെ മനോഹരമായ മാഹിഷ്മതിയുടെ സൗന്ദര്യവും പകർത്താൻ രാജമൗലി സഹായിച്ചിരിക്കുന്നത് KK സെന്തിൽകുമാർ എന്ന ഛായാഗ്രഹനാണ്. ആദ്യ ഭാഗത്തുള്ളതിനേക്കാൾ മികച്ച രീതിയിലാണ് ഓരോ ഫ്രെയിമുകളും അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത്. മാഹിഷ്മതിയുടെ ഓരോ കാറ്റിലും അമരേന്ദ്ര ബാഹുബലിയുടെ രക്തത്തിന്റെ ഗന്ധമുണ്ടെന്ന് ഓരോ ഫ്രെയിമും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ആദ്യ ഭാഗത്തേക്കാൾ മികച്ചതാണ് രണ്ടാം ഭാഗം എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഗാനരംഗങ്ങളും സ്പെഷ്യൽ എഫക്ട്സുകളും ഗ്രാഫിക്സുകളും യുദ്ധരംഗങ്ങളും സംഘടന രംഗങ്ങളും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ. പ്രഭാസ്, സത്യരാജ്, റാണ ദുഗുപട്ടി, നാസർ, രമ്യാകൃഷ്ണൻ, അനുഷ്ക എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വികാരഭരിതമായ മുഹൂർത്തങ്ങളിൽ രമ്യാകൃഷ്ണനും സത്യരാജും മുന്നിട്ട് നിന്നപ്പോൾ മാസും ക്ലാസും ചേർന്ന മുഹൂർത്തങ്ങളിൽ പ്രഭാസും റാണയും ഒരുപോലെ മികച്ചു നിന്നു. MM കീരവാണി ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ആദ്യ ഭാഗത്തിൻ്റെ തുടർച്ചയെന്നോണമായിരുന്നു. എന്നാൽ അത് പ്രേക്ഷകനിൽ ഒട്ടും മുഷിപ്പനുഭവപ്പെടുകയില്ല. രണ്ടാം ഭാഗം വരുന്നു എന്ന് കേട്ടതുപോലെ തന്നെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വ്യക്തമായ കാര്യകാരണങ്ങൾ സഹിതമുള്ള ഒരു ഉത്തരം ബാഹുബലി 2 നൽകുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് പല കാരണങ്ങളും ആദ്യ ഭാഗത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇതൊരു ചോദ്യത്തിനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലും ചോദിക്കാവുന്ന പല രംഗങ്ങൾക്കും ഇതാണ് ഇതിൻ്റെ കാരണം, ആദ്യ ഭാഗത്തിൽ ഇങ്ങനൊരു രംഗം ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം ഇതാണ് എന്ന് നമുക്ക് കൃത്യമായി ബാഹുബലി 2-ൽ നമുക്ക് പറയാൻ സാധിക്കും. അത് ഏതൊക്കെ രംഗങ്ങളാണ്, എന്തൊക്കെയാണ് അതിന് കാരണങ്ങളെന്ന് നമുക്ക് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയാം. തെലുങ്കിൽ നിന്നും മൊഴിമാറ്റിയെത്തുന്ന മറ്റു ചിത്രങ്ങൾക്ക് ഒരു മാതൃകയാണ് ബാഹുബലി 2 എന്ന് പറയേണ്ടിയിരിക്കും. കാരണം അത്ര മനോഹരമാണ് ചിത്രത്തിൻ്റെ മലയാളം, തമിഴ് പതിപ്പുകൾ. ഇക്കാര്യം കൊണ്ട് തന്നെ രാജമൗലി ഒരു മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ചിത്രം കാണുമ്പോൾ മുൻവിധിയോടെ പോകരുത് എന്ന് പറയാറുണ്ട്. എന്നാൽ അതിനപ്പുറത്താണ് ബാഹുബലിയുടെ സ്ഥാനം. മുൻവിധിയോടെ വരുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രം മുൻവിധികളില്ലാതെ വരുന്നവരെ ആവേശത്തിൽ കാത്തുന്നുണ്ട്. അടുത്തയാഴ്ച മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.